എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ചെറിയ കഥ കേൾക്കാം. പരശുരാമനെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുള്ളതൊക്കെ തന്നെ ആവും. ഞാനിത് ഇവിടെ കുട്ടികൾക്കും കേൾക്കാത്തവർക്കും വേണ്ടി ഒന്ന് പറഞ്ഞു വയ്ക്കണമെന്ന് മാത്രം. ജമദഗ്നി മഹർഷിയുടെ മകനാണല്ലോ പരശുരാമൻ. ഈ ജമദഗ്നി മഹർഷി ഭാര്യയായ രേണുകയും സന്താനങ്ങളും ഒക്കെ ആയിട്ട് ആശ്രമത്തിൽ അങ്ങനെ ജീവിച്ചു വരികയാണ്. ഒരിക്കൽ ഈ ഹേഹയ രാജാവായ കാർത്തവീര്യാർജുനൻ ആ വഴി അവിടെ വന്നു, ആശ്രമത്തിൽ വന്നു. 1000 കൈകളാണ്, 1000 കൈകളും ഐശ്വര്യങ്ങളും എല്ലാമുള്ള ഗംഭീരനാണ് കാർത്തവീര്യാർജുനൻ. രാവണനെ പോലും പരാജയപ്പെടുത്തിയിട്ടുള്ള പരാക്രമമാണ് ഉള്ള രാജാവാണ് കാർത്തവീര്യാർജുനൻ. രാജാവിനെ മുനി എല്ലാ ആദരവോടും കൂടി സ്വീകരിച്ച് ഇരുത്തി. അപ്പോൾ ഇതൊരു വെറും ആശ്രമമാണല്ലോ. ഇവിടെ ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ്, രാജാക്കന്മാർ ചെയ്യുന്ന പോലെയുള്ള സ്വീകരണമാണ് ഈ ഒരു വെറും ആശ്രമത്തിൽ ഈ രാജാവിന് കിട്ടിയത്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയം, ഇത്രയും ആർഭാടായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരാശ്രമത്തിൽ സാധിക്കണത് എന്ന് ഒരു സംശയം വന്നു കാർത്തവീര്യാർജുനന്. അപ്പോൾ മുനിക്ക് ഒരു ഹോമധേനു ഉണ്ട്. അവൾ എന്ത് ചോദിച്ചാലും അഭീഷ്ടവരദായിനി എന്ന് പറയാം. അങ്ങനെ എന്താവശ്യപ്പെട്ടാലും കൊടുക്കണ ഒരു പശുവാണ് എന്നൊക്കെ മനസ്സിലായി. എന്നാൽ പിന്നെ ആ പശുവിനെ എനിക്ക് വേണം. നമുക്കങ്ങനെയാണല്ലോ, വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്കില്ലാത്തതും അല്ലെങ്കിൽ കേമായിട്ടുള്ളതും കണ്ടാൽ അതുപോലെ ഒന്ന് എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സ്വാഭാവിക മനുഷ്യ സഹജമാണ് അല്ലേ. അത് ഈ രാജാവിന് എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള ഈ രാജാവിനും വേണം, എനിക്ക് ആ പശുവിനെ വേണം എന്നങ്ങോട്ട് തോന്നി ആഗ്രഹം. കൊട്ടാരത്തിലെത്തിയ ഉടനെ ആ മഹർഷിയുടെ പശുവിനെ പിടിച്ചു കൊണ്ടുവരാൻ ഭടന്മാരെ വിട്ടു. അവർ രാജാവ് പറഞ്ഞതല്ലേ കേൾക്കാണ്ട പയ്യല്ലോ. ആശ്രമത്തിലെത്തി പശുവിനെ പിടിച്ചു കൊണ്ടുപോയി. തടുത്തിട്ട് നിന്നില്ല. വിവരം പരശുരാമൻ അറിഞ്ഞു. ജമദഗ്നി പറഞ്ഞു, നമ്മുടെ പശുവിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് രാജാവിൻ്റെ ഭടന്മാർ വന്നിട്ട് എന്ന് പറഞ്ഞു. രാജാവിൻ്റെ ഈ ധിക്കാരം കണ്ടപ്പോൾ രാമന് ദേഷ്യം വന്നു. രാമൻ തൻ്റെ ആയുധമാണല്ലോ പരശു, മഴു. അതും കൊണ്ട് ഹേഹയ രാജാവിൻ്റെ തലസ്ഥാനാണ് മാഹിഷ്മതി. മാഹിഷ്മതിയിലെത്തി. മതം കൊണ്ട് ഉന്മത്തനായാണ് ഈ കാർത്തവീര്യാർജുനൻ. അഹങ്കാരം, മതം, ഐശ്വര്യ മതം ആണ് കാർത്തവീര്യാർജുനന്. അപ്പോൾ പരശുരാമൻ പറഞ്ഞു, ഞങ്ങളുടെ പശുവിനെ ഇങ്ങോട്ട് തരണം, വിട്ടു തരണം എന്ന് പറഞ്ഞു, ആവശ്യപ്പെട്ടു. പശുവിനെ വിട്ടയക്കാൻ തയ്യാറായില്ല രാജാവ്. അപ്പോഴേക്ക് യുദ്ധമായി. 17 അക്ഷൗഹിണിപ്പടയും കൊണ്ട് ആണ് കാർത്തവീര്യാർജുനൻ യുദ്ധം ചെയ്തത്. പക്ഷേ കാർത്തവീര്യാർജുനനെ പരശുരാമൻ വധിച്ചു. പശുവിനെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അച്ഛൻ പരശുരാമനെ കുറ്റപ്പെടുത്തി. എന്നുവെച്ചാൽ രാജാവ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ദൈവമാണ് എന്നാണ് സങ്കല്പം. അത് രാജാവിനെ വധിച്ചത് മഹാപാപമായി ഇല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പാപപരിഹാരത്തിനായി പുണ്യതീർത്ഥങ്ങളിൽ പോയി കുളിച്ച് പാപം തീർത്ത് വരാൻ അച്ഛൻ നിർദ്ദേശിച്ചു. അപ്പം അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് പരശുരാമൻ ഇറങ്ങി പുണ്യതീർത്ഥങ്ങളിലൊക്കെ മുങ്ങിക്കുളിച്ച് തിരിച്ചു വന്നു. പിന്നെ ഒരു ദിവസം രേണുക, ജമദഗ്നിയുടെ പത്നി, പരശുരാമൻ്റെ അമ്മ, ഗംഗയിൽ വെള്ളം കൊണ്ടുവരാനായിട്ട് പോയി. അപ്പോൾ ആ ഗംഗയിൽ ചിത്രരഥൻ എന്നൊരു ഗന്ധർവൻ, ആ ഗന്ധർവൻ്റെ കുറച്ച് കാമിനികളായ സ്ത്രീകളും ഒക്കെ ഒന്നിച്ച് അവിടെ ആ ഗംഗയിൽ ഇറങ്ങി ഗംഭീര ജലക്രീഡ നടത്തുകയായിരുന്നു ഇവർ വെള്ളം എടുക്കാൻ പോയ സമയത്ത്. അപ്പോൾ അവരുടെ ആ യൗവന സഹജമായിട്ടുള്ള ആ
കേളികളൊക്കെ ഇങ്ങനെ കണ്ട് രേണുക ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇങ്ങോട്ട് നോക്കി നിന്നു. ഒരു രസം തോന്നി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴേ. നമ്മളാണെങ്കിലും ഒന്നും നോക്കൂലോ അല്ലേ? ഇങ്ങനെയൊക്കെ കണ്ടാൽ ഒന്നങ്ങോട്ട് നോക്കും, നോക്കിയില്ല എന്നുള്ള നാട്യത്തിലൊന്ന് നോക്കും. അതുപോലെ രേണുകയും നോക്കി. അപ്പോൾ ആകെ ഒരു രസം തോന്നി, മനസ്സിലൊരു വികാരം വന്നു. അപ്പോൾ അതിനെ തന്നെ വിചാരിച്ചിങ്ങനെ ഒരു പുഞ്ചിരിയൊക്കെ ആയിട്ടാണ് രേണുക വെള്ളമായിട്ട് ചെന്നത്. അപ്പം മുനി ഇവിടെ ഇരുന്ന് മനസ്സിലാക്കി ഇവളുടെ മനസ്സിലൊരിളക്കം വന്നു എന്നുള്ളത് ജമദഗ്നി മഹർഷി ആശ്രമത്തിലിരുന്ന് അറിഞ്ഞു. അപ്പോൾ മുഖവും കൂടി ഇവിടെ വന്ന് വെള്ളവും കൊണ്ട് വരുമ്പോൾ ആ ഭാവവും കൂടി കണ്ടപ്പോൾ മുനിക്ക് നടന്നതെല്ലാം മനസ്സിലായി. അപ്പോൾ എന്താ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടു, അങ്ങനെ കണ്ടു എന്ന് ചോദ്യം ചെയ്തു ജമദഗ്നി മഹർഷി പത്നിയെ. അപ്പോൾ അവളിവിടെ നടന്നതെല്ലാം സത്യമായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും ജമദഗ്നിക്ക് ദേഷ്യം വന്നു. അന്യനിൽ ആസക്തയായി എന്ന് പറഞ്ഞിട്ട് മഹാഭാവിയായി, അതുകൊണ്ട് ഇവളെ കൊല്ലണം എന്നൊക്കെ തീരുമാനിച്ചു. അദ്ദേഹം 3 പുത്രന്മാർ വേറെ ഉണ്ട്, മൂത്ത പുത്രന്മാർ. അവരെയൊക്കെ വിളിച്ചു, അമ്മയെ വെട്ടിക്കൊല്ലാൻ പറഞ്ഞു. ആജ്ഞാപിക്കുക ചെയ്തേ. അമ്മയെ കൊല്ലൂ? അമ്മയെ വെട്ടിക്കൊല്ലാൻ അച്ഛൻ പറയുമോ? ആരും സമ്മതിച്ചില്ല. 3 പുത്രന്മാരും ഈ അച്ഛൻ്റെ ആജ്ഞ ധിക്കരിച്ചു. ഞങ്ങൾക്ക് വയ്യേ അമ്മയെ വെട്ടിക്കൊല്ലാൻ എന്ന് പറഞ്ഞു. അങ്ങനെയായപ്പോൾ ഇളയ പുത്രനെ വിളിച്ചു, പരശുരാമനെ. അച്ഛൻ നിർദ്ദേശിച്ചതല്ലേ, ചെയ്യാണ്ട വയ്യ. അച്ഛൻ നിർദ്ദേശിച്ചത് ചെയ്യാണ് പുത്രധർമ്മം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് അമ്മയെ വെട്ടിക്കൊല്ലാനായാലും അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കണം എന്നൊക്കെയാണ് പരശുരാമൻ്റെ നിയമം. അപ്പോൾ പരശുരാമൻ അച്ഛൻ പറഞ്ഞു അമ്മയെ വെട്ടിക്കൊല്ലാൻ, അമ്മയെ അങ്ങോട്ട് വെട്ടിക്കൊന്നു. കൂടാതെ അച്ഛൻ്റെ ആജ്ഞ ധിക്കരിച്ച ആ ചേട്ടന്മാരെയും വെട്ടിക്കൊന്നു. പോരെ പൂരം. അപ്പോൾ എൻ്റെ ആജ്ഞ അനുസരിച്ചു പരശുരാമൻ. വാത്സല്യമായി പുത്രനോട്. എന്തു വരാ നിനക്ക് വേണ്ടത്? സന്തോഷമായി. അമ്മയും ഭാര്യയും മക്കളെയും ഒരു മകൻ വെട്ടിക്കൊന്നപ്പോൾ അച്ഛന് സന്തോഷമായി. അപ്പോൾ എന്ത് വരാ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പരശുരാമൻ എന്താ പറഞ്ഞത്? എനിക്ക് എൻ്റെ അമ്മയും ഈ ജ്യേഷ്ഠന്മാരെയും ജീവിപ്പിച്ച് തരണം, അല്ലാതെ ഒരു വരവും വേണ്ട എന്ന് പറഞ്ഞു. കേൾക്കാണ്ട് പറ്റുമോ? അപ്പോൾ മുനി സന്തോഷമായിട്ട് മകൻ്റെ ഇഷ്ടം സാധിച്ചു കൊടുത്തു. അവർ 4 പേരും ഉറക്കം ഉണരണ പോലെ ഇങ്ങോട്ട് എണീറ്റ് വന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കാർത്തവീര്യാർജുനനെ വധിച്ചല്ലോ പരശുരാമൻ. കാർത്തവീര്യാർജുനൻ്റെ മക്കൾ ദേഷ്യത്തോടെ വന്ന് ജമദഗ്നിയെ വധിച്ചു. അവർക്ക് അന്നത്തെ പണ്ടത്തെ വൈരാഗ്യം മനസ്സിൽ, അച്ഛനെ കൊന്നില്ലേ, അതിൻ്റെ വൈരാഗ്യം പരശുരാമനോട് തീർത്തു. പരശുരാമൻ്റെ അച്ഛനെ കൊന്നു, പകരം വീട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയും എടുത്തുകൊണ്ടുപോയി. അപ്പോൾ പരശുരാമന് ദേഷ്യം വന്നു. അവരെ എല്ലാം വധിച്ചു. ആ കാർത്തവീര്യാർജുനൻ്റെ മക്കളെ മുഴുവനും വധിച്ചു. നല്ല പരശുരാമൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ശക്തിയാണ്, അറിയില്ലേ? 10 അവതാരത്തിൽ ഒരാളാണല്ലോ പരശുരാമൻ, നിസ്സാരനല്ല. അപ്പോൾ ഈ കാർത്തവീര്യാർജുനൻ്റെ പുത്രന്മാരെ എല്ലാവരെയും വധിച്ച് അച്ഛൻ്റെ തലയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. തല വീണ്ടെടുത്തിട്ട് ആ ഉടലിനോട് ചേർത്ത് വെച്ചിട്ട് ജീവിപ്പിച്ചു. അങ്ങനെ പിന്നെ ഈ ക്ഷത്രിയരോടുള്ള വൈരം തീർക്കാൻ വേണ്ടി ഭാരതം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് 21 പ്രാവശ്യം ക്ഷത്രിയ നിഗ്രഹം നടത്തി. ക്ഷത്രിയന്മാരോടൊക്കെ വൈരം വന്നു. അങ്ങനെ ഈ ക്ഷത്രിയ രക്തം വീണുണ്ടായതാണത്രേ സമന്തപഞ്ചകം എന്ന് പറയുന്ന തീർത്ഥം. നമ്മൾ കേട്ടിട്ടില്ലേ സമന്തപഞ്ചകം എന്ന്? ആ തീർത്ഥം ഈ രാജാക്കന്മാരുടെ രക്തം വീണുണ്ടായതാണ് എന്നാണ് പറയണത്. 21 വട്ടം ഭാരതം ചുറ്റി സഞ്ചരിച്ച് സകല രാജാക്കന്മാരെയും നിഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ സമന്തപഞ്ചകം തീർത്തു. അതിൽ കുളിച്ച് പിതൃക്കൾക്കും ദേവന്മാർക്കും തർപ്പണം ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് പാപപരിഹാരത്തിനായിട്ട് യാഗം നടത്തി നേടിയ ഭൂമി മുഴുവനും
കശ്യപന് ദാനം കൊടുത്തു. പിന്നെ ദാശരഥിയാന്ന് വെച്ചാൽ നമ്മുടെ ശ്രീരാമൻ അവതരിച്ച സമയത്ത് നമുക്കറിയാം, ശ്രീരാമൻ സീതയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ആ വഴിയിൽ പരശുരാമൻ വന്നു അല്ലേ? ആ കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ അവർ തമ്മിൽ ഐക്യമായി ആ തേജസ് മുഴുവനും ശ്രീരാമനിൽ സംക്രമിപ്പിച്ചു പരശുരാമൻ. എന്നിട്ട് മഹേന്ദ്രപർവ്വതത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചു എന്നാണ് പരശുരാമൻ്റെ കഥ. മറ്റൊരു കഥയായിട്ട് അടുത്ത ആഴ്ച വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.